Welcome to plus 2 Kerala and CBSE Mathematics, Relations and Functions. കഴിഞ്ഞ വീഡിയോയിൽ റിലേഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആണ് ചർച്ച ചെയ്തത്. Now we are going to discuss functions. ഫങ്ഷൻസിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. ആദ്യം ഫങ്ഷൻസിനെ നമ്മളൊന്ന് റിവ്യൂ ചെയ്യാം. എന്താണ് ഫങ്ഷൻസ്, അതിനെങ്ങനെ റിവ്യൂ ചെയ്യും നോക്കാം. നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന സെറ്റിൽ നിന്നും ബി എന്ന സെറ്റിലേക്ക് ഒരു ഫങ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? എ എന്ന സെറ്റിൽ നിന്നും സപ്പോസ് രണ്ട് സെറ്റുകൾ ഞാൻ എഴുതുകയാണ്. ഇതിപ്പോൾ റിവ്യൂ ചെയ്യാണ്. ഫങ്ഷൻ എന്നതിനെ സംബന്ധിച്ച് റിവ്യൂ ചെയ്യാണ്. എ എന്ന സെറ്റ്, ബി എന്ന സെറ്റ്. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ. ആ റിലേഷൻ ഫങ്ഷൻ ആവണം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. 1 2 3 എ ബി സി. 1A 2B 3C. ഈ റിലേഷൻ ഒരു ഫങ്ഷനാണ്. എന്തുകൊണ്ടാണ് ഇതിനൊരു ഫങ്ഷൻ എന്ന് പറയാൻ കാരണം എ എന്ന സെറ്റിലെ 1 2 3 എന്ന 3 എലമെൻസിനും ബിയിൽ ഇമേജ് ഉണ്ട്. 1ൻ്റെ ഇമേജാണ് എ, 2ൻ്റെ ഇമേജാണ് ബി, 3യുടെ ഇമേജാണ് സി എന്ന് പറയുന്നത്. അത് കാണിച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതിന് മാപ്പിംഗ് എന്നാണ് പറയുന്നത്. 1ൻ്റെ ഇമേജ് എ, 2ൻ്റെ ഇമേജ് ബി, 3യുടെ ഇമേജ് സി, ഇങ്ങനെ മാപ്പിംഗ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എ എന്ന സെറ്റിലെ എല്ലാ എലമെൻസിനും ബിയിൽ ഇമേജ് ഉണ്ട്. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇനിയിപ്പോൾ 1ന് എ എന്നും 1ന് ബി എന്നും നമ്മൾ ഇമേജ് കൊടുക്കുകയാണെങ്കിൽ അത് ഫങ്ഷൻ ആവില്ല. അതാണ് പ്രത്യേകത. രണ്ട് കണ്ടീഷൻസാണ്. എ എന്ന സെറ്റിലെ എല്ലാ എലമെൻസിനും ബിയിൽ ഇമേജ് ഉണ്ടാവണം. എന്നാൽ എ എന്ന സെറ്റിലെ ഒരു എലമെൻസിനും ഒന്നിലധികം ഇമേജസ് ബിയിലുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ 1A 1B എന്ന് പറഞ്ഞാൽ 1ന് എ എന്നും ബി എന്നും രണ്ട് ഇമേജസ് ഉണ്ടായാൽ അത് ഫങ്ഷൻ ആവില്ല എന്നർത്ഥം. അതുപോലെ എ എന്ന സെറ്റിലെ 1 2 എന്ന രണ്ട് എലമെൻസിനും മാത്രം ബിയിൽ ഇമേജ് ഉണ്ടാവുകയും 3നെ മാറ്റി നിർത്തുകയും ചെയ്ത് കഴിഞ്ഞാലും എന്തായാലും ഫങ്ഷൻ ആവില്ല. കാരണം എയിലെ എല്ലാ എലമെൻസിനും ബിയിൽ ഇമേജ് വേണം. എയിലെ ഒരു എലമെൻസിനും ബിയിൽ ഒന്നിലധികം ഇമേജസ് ഉണ്ടാകാനും പാടില്ല. ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ ഫങ്ഷൻ അല്ലേ. അതിനൊരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. ദ ഫങ്ഷൻ ഫ്രം ദ റിലേഷൻ ഫ്രം എ ടു ബി ഈസ് എ ഫങ്ഷൻ അല്ലേ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് അല്ലേ ദ എലമെൻറ്റ്സ് ഇൻ എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ എലമെൻറ്റ് ഇൻ ബി. ദാറ്റ് മീൻസ് യുണീക്ക് എലമെൻറ്റ് ഇൻ ബി എന്നാണ്. എയിലെ എല്ലാ എലമെൻസിനും ബിയിൽ ഒരു യുണീക്ക് എലമെൻറ്റ്, യുണീക്ക് എന്ന് പറഞ്ഞാൽ ഒന്നേ ഒന്ന്, ഒന്നിലധികം ഇമേജസ് ഉണ്ടാകാൻ പാടില്ല. എല്ലാ എലമെൻസും വേണം അല്ലേ. എല്ലാത്തിനും ഇമേജസ് വേണം. അതാണ് എന്തൊന്ന് ഫങ്ഷൻ എന്ന് പറയുന്നത്. നൗ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എന്തുവാ. ഫസ്റ്റ് ഓഫ് ആൾ 1 1 ഫങ്ഷൻ. 1 1 ഫങ്ഷൻ എന്താണ് 1 1 ഫങ്ഷൻ? 1 1 കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. 1 1 അല്ലേ. ഒരെണ്ണത്തിന് 1 എന്ന രീതിയിൽ എ ബി എന്ന ഒരു ഫങ്ഷനാണ് ഇവിടെ ഞാൻ എഴുതുന്നത്. 4 5 6 7 8 9 4 7 5 8 6 9. ഇവിടെ ഇതൊരു ഫങ്ഷനാണല്ലോ. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 1 1 ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഓരോ എലമെൻറ്റിനും എയിലെ ഓരോ എലമെൻറ്റിനും അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എല്ലാ എലമെൻസിനും ബിയിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് വേണം. അതായത് 4 7 എന്ന് പറഞ്ഞിട്ട് 5 7 എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ ആവും. പക്ഷേ 1 1 ഫങ്ഷൻ ആവില്ല. 1 1 എന്ന് പറഞ്ഞാൽ 4ന് ഒരു അല്ലേ ഇമേജ്, 5ന് വേറൊരു ഇമേജ് വരാൻ പാടും, 6ന് വേറൊരു ഇമേജ്. ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഇൻ എ ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഇൻ ബി എന്നാണ് അല്ലേ. ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഇൻ എ അല്ലേ ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ്, വ്യത്യസ്തങ്ങളായ ഇമേജസ് അല്ലേ ഇൻ ബി. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി 1 1 ഫങ്ഷനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കോൺസെപ്റ്റുകൾ ശ്രദ്ധിക്കുക. ഒരു 1 1 ഫങ്ഷൻ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നത്, പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഫോർ എവരി x1 x2
ബിലോങ്സ് ടു എ, എയിലുള്ള ഓരോ എലമെൻറ്റിനെ x1 x2 അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഓരോ x1 x2 എന്ന എയിലെ എലമെൻറ്റ്സിന് fx1 is equal to fx2 ഇംപ്ലൈസ് x1 is equal to x2. ഇതാണ് എൻ്റെ കോൺസെപ്റ്റ്. ഇങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. എന്താണ് അർത്ഥം? ഫോർ എവരി x1 x2 ഓരോന്നിനും അല്ലേ എ എന്ന എലമെൻറ്റ് എ തന്നിരിക്കുന്ന എ എന്ന സെറ്റിലാണ് അതിനകത്ത് x1 x2 x3 ഇങ്ങനെ പോകുന്നത്. എ എന്ന സെറ്റിലെ എലമെൻറ്റ്സ് ആണ്. fx1 എന്ന് പറഞ്ഞാൽ x1ൻ്റെ ഇമേജ് ഈക്വൽ ടു fx2 അല്ലേ. fx1 ഈസ് ഈക്വൽ ടു fx2. ഇത് x1 ആണ്. ഇതിൻ്റെ ഇമേജ് എത്ര? fx1 എന്ന് പറഞ്ഞാൽ 7 ആണ്. ഇത് x2 ആണെങ്കിൽ fx2 എത്രയാണ്? 8 ആണ് അല്ലേ. അതേസമയം ഈ 4 7 എന്നുള്ളത് 5 7 ആക്കിന്ന് വിചാരിച്ചു നമ്മൾ അല്ലേ. അപ്പോൾ 4-ന് fx1 7 ഒരു ഇത് കിട്ടും. fx2 എന്ന് പറഞ്ഞാൽ 5-നും 7 കിട്ടുമെന്ന് വിചാരിക്കുക സപ്പോസ്. അപ്പോൾ അവിടെ fx1 ഈസ് ഈക്വൽ ടു fx2 അല്ലേ, കാരണം രണ്ടും 7 ആണല്ലോ. അങ്ങനെ വന്നാൽ x1 ഈസ് ഈക്വൽ ടു x2 ആകണമെന്ന് പറഞ്ഞാൽ ഈ 4ഉം 5ഉം ഒന്ന് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ഈ 4ഉം 5ഉം ഒന്നാണെന്ന് പറഞ്ഞാൽ അതിന് ഒരൊറ്റ ഇമേജ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നർത്ഥം. മനസ്സിലായോ? 4 7 5 7 അപ്പോൾ 4ഉം 5ഉം ഒന്ന് തന്നെയാണ് എന്ന് വരുന്നു. അപ്പോൾ ഡിസ്റ്റിങ്ക്ട് എലമെൻറ്റ്സ് ഇൻ ജെ ഹാസ് ഡിസ്റ്റിങ്ക്ട് ഇമേജസ് ഇൻ ബി. അതാണ് x1 ഈസ് ഈക്വൽ ടു x2 എന്ന് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു 1-1 ഫംഗ്ഷനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി 1-1 ഫംഗ്ഷൻ അല്ല എന്ന് വിചാരിക്കുക, അങ്ങനെയുള്ള ഫംഗ്ഷൻ മെനി 1 ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പോൾ 4 7 എന്നെഴുതി അല്ലേ, 5 7 എന്നെഴുതി കഴിഞ്ഞാൽ 4-നും 5-നും ഒരേ ഇമേജാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് മെനി 1 ഫംഗ്ഷനായി. മെനി 1 ഫംഗ്ഷൻ, മെനി 1 ഫംഗ്ഷൻ, 1-1 ഫംഗ്ഷൻ ആൻഡ് മെനി 1 ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഇങ്ങനെ അല്ലാത്തത് ഈ 1-1 ഫംഗ്ഷൻ്റെ ഈ പറഞ്ഞ കോൺസെപ്റ്റിന് അല്ലാത്തത്, അതർവൈസ് അല്ലാത്തത് അല്ലേ, അങ്ങനെ അല്ലാത്ത എഫിന് ഫംഗ്ഷനെ ഈസ് കോൾഡ് മെനി 1 ഫംഗ്ഷൻ പറയും. അണ്ടർസ്റ്റാൻഡ്? ഇതാണ് മെനി 1 ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1-1 ഫംഗ്ഷൻ, മെനി 1 ഫംഗ്ഷൻ. മനസ്സിലായില്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു A+ സ്കോറിംഗ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും ആൻസർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ആൻസർ സിമെട്രിക് എന്നാണ്. സിമെട്രിക് റിലേഷനാണ് തന്നിരിക്കുന്നത്. ചോയ്സ് ഉണ്ടായിരുന്നു. അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നാളത്തേക്ക് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻ A+ സ്കോറിംഗ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അതെല്ലാവരും നോട്ട് ചെയ്യുക. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഓൺ ദ സെറ്റ് n ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ആസ് r ഈസ് ഇക്വൽ ടു സെറ്റ് ഓർഡർ പെർ xy സച്ച് ദാറ്റ് y മൈനസ് x ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 ഈസ് ആൻ ഇക്വിലൻസ് റിലേഷൻ. ദിസ് ഈസ് ടുഡേയ്സ് A+ സ്കോറിംഗ് ക്വസ്റ്റ്യൻ. A+ സ്കോറിംഗ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും 100% മാർക്ക് കിട്ടുന്ന ക്ലാസ്സസ് അക്കാദമി പ്രോമിസ് ചെയ്യുന്നു. നിർബന്ധമായിട്ടും ഇത് നോക്കണം. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണിത് നമ്മൾ ചെയ്യുന്നത്. അതെല്ലാം ചെയ്യുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ടാകും. ഓക്കെ, താങ്ക് യു. മാത്രമല്ല ഈ വീഡിയോ ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.